നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആ ഒരു ഗണപതി ഭഗവാന്റെ ആ ഒരു മിത്ത് വിഷയം, അത്തരത്തിൽ ഒരുപാട് വർഗീയപരമായിട്ടുള്ള അതല്ലെങ്കിൽ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയൊക്കെയുള്ള ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെയും ഇവിടെ ഭരണവർഗത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി നടക്കുന്ന ഹിന്ദുത്വ ആചാര അനുഷ്ഠാന ധ്വംസനത്തിനെതിരെ പടപൊരുതിയത് കൊണ്ട് തന്നെ 10-16 ദിവസം റിമാൻഡിലൊക്കെ കിടക്കേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഐസിസ് അതല്ലെങ്കിൽ അൽ ഖ്വയ്ദ തീവ്രവാദികളെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ വിലങ്ങൊക്കെ വെച്ച് പിണറായി സർക്കാരിന്റെ പോലീസിനെ ഉപയോഗിച്ച് പിണറായി സർക്കാരിന്റെ അതല്ലെങ്കിൽ മരുമകന്റെ അതുമല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരുടെ ഭരണാധികാരികൾ നമ്മളെ ചെയ്തതൊക്കെ അത് പബ്ലിക്കിന് കൃത്യമായിട്ടും അറിയുന്ന വിവരം തന്നെയാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട അന്നത്തെ ആ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്, വിലങ്ങ് വെച്ചിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ അതിനേക്ക് നേരിടുകയുള്ളൂ. എൻ്റെ പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന്, നിങ്ങൾ എന്താണ് അന്ന് വിലങ്ങ് വെച്ച് അത് പൊക്കി പിടിച്ച് ചിരിച്ച് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ച് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കയറി പോകുന്നത്. അത് ജഡ്ജി കണ്ടത് കൊണ്ട് നിങ്ങളുടെ റിമാൻഡ് കാലാവധി നീട്ടുക പോലും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ മതസംഘടനകൾ, ഹിന്ദുത്വ മതസംഘടനകളുടെ വക്താക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട്. അതിന് ഞാൻ തിരിച്ച് അവരോട് പറഞ്ഞ ഒരു മറുപടി എന്തായിരുന്നു എന്ന് അറിയാമോ? അത് പ്രേക്ഷകരോട് പറയേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ചിരിച്ചുകൊണ്ട് തന്നെ വേണം ഇത്തരത്തിലുള്ള കേസുകളെ നമ്മൾ നേരിടേണ്ടത്. നമ്മൾ എന്താണോ പറയുന്നത് അത് പൂർണ്ണ ബോധ്യമുള്ള സ്ഥിതിക്ക് തന്നെ നമ്മളെ കുരുക്കാൻ വേണ്ടി, നമ്മളെ തുറങ്കിലടയ്ക്കാൻ വേണ്ടി അരക്കെട്ടം മിനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനെയൊക്കെ നമ്മൾ ചിരിച്ചുകൊണ്ട് വിലങ്ങുകൾ വെറും പുഷ്പഹാരങ്ങളാക്കിക്കൊണ്ട് തന്നെ, അതല്ലെങ്കിൽ തുറങ്കിലടച്ചാൽ തുറങ്കിൽ ജീവിതം നമ്മൾക്ക് സ്വർഗ ജീവിതമായി തന്നെ എടുത്തു തന്നെ മുന്നേറുമെന്ന ആ സത്യപ്രതിജ്ഞയോടുകൂടി തന്നെയാണ് നമ്മളൊക്കെ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഭയന്ന് വിറച്ച് ചൂളി വിറച്ച് ആകെ പിടുത്തം വിട്ട് ജീവിക്കുന്ന, അതല്ലെങ്കിൽ വിലങ്ങണിയിച്ച് പോകുമ്പോഴേക്കും എന്തോ അങ്ങോട്ട് സംഭവിച്ചു എന്ന ഭയത്തോടു കൂടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. കാരണം നമ്മൾ കഞ്ചാവ് കേസിലോ പെണ്ണ് കേസിലോ അതല്ലെങ്കിൽ മയക്കുമരുന്ന് മറ്റുള്ള വിധ്വംസക പ്രവർത്തനത്തിന്റെ കേസിലോ ഇസ്ലാമിക കൊടും ഭീകരന്മാരെ പോലെ അല്ല നമ്മൾ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ സംസ്കാരത്തിന് വേണ്ടി, എൻ്റെ ധർമ്മത്തിന് വേണ്ടി അത് സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുന്നുമ്പോൾ ഇതല്ലാതെ ഈ കേരള നാട്ടിൽ, ഈ കേരള നാട്ടിൽ എനിക്ക് മറ്റെന്താ കിട്ടുക എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾക്ക് കൃത്യമായിട്ട് ഒരുപാട് കേസുകൾ അതല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് നേരെ ഉതിർക്കുന്ന ആ രീതി തന്നെയാണ് ഇവിടെ ഭരണവർഗത്തിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് ചില നേരത്തൊക്കെ നമ്മൾക്ക് പ്രേക്ഷകരുടെ സഹായം കൂടി വേണ്ടി വരും. ആ പ്രേക്ഷകരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചിട്ടുള്ള ആ ചിത്ര സഹിതം ഈ ഇസ്ലാമിക ജിഹാദികൾ നമ്മൾക്ക് വേണ്ടി പ്രചരിപ്പിച്ച, നമ്മൾക്കെതിരെ പ്രചരിപ്പിച്ച ആ വിലങ്ങിട്ട ചിത്രം ഞാൻ ഇന്ന് മാക്സിമം എൻ്റെ ആ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഞാൻ തന്നെ മാക്സിമം അത് പ്രചരിപ്പിക്കാറുണ്ട്. അത്തരത്തിൽ ഞാനിട്ട ആ പോസ്റ്റിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു: മുസ്ലിം ഭീകരർ എന്ന് തന്നെ വിളിക്കും, ഇനിയും ഭീകരരെ കൊല്ലാം, പക്ഷേ തോൽപ്പിക്കാനാവില്ല. കൊല്ലാം പക്ഷേ തോൽപ്പിക്കാനാവില്ല എന്നുള്ളത് സഖാക്കന്മാരുടെ ഡയലോഗ് ആണെങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ഇസ്ലാമിക ഭീകരത അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിം ഭീകരതയെ ലളിതവൽക്കരിക്കുന്ന സ്വഭാവമൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിനെ ഒരിക്കലും ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഇസ്ലാമിക ഭീകരത, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നല്ല പറയേണ്ടത്. ഇവിടെ മുസ്ലിം ആണ് ഭീകരത കാണിക്കുന്നതെങ്കിൽ അത് മുസ്ലിം ഭീകരത എന്ന് അക്ഷരം തെറ്റാതെ തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. അത്തരത്തിൽ തന്നെ മുസ്ലിം ഭീകരർ എന്ന് തന്നെ നമ്മൾ വിളിക്കേണ്ടതുണ്ട്. ഞാൻ എഴുതിയ ആ പോസ്റ്റിലെ വരികളാട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. വാ പൂട്ടി മിണ്ടാതെ എനിക്കും ജീവിക്കാം, ഇസ്ലാമിക ഭീകരരുടെ, കമ്മ്യൂണിസ്റ്റ് നരഭോജികളുടെ നാട് കട്ടുമുടിച്ച ഗണ്ടി അടിമകളുടെ കണ്ണായി, അടിമക്കണ്ണ് എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ആ രീതിയിൽ എനിക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊന്നുമല്ല, എനിക്ക് ഈ ചാനൽ മാർഗം അല്ലാതെ തന്നെ ജീവിക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് എന്നെ അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ചാനൽ നടത്തിയിട്ട് അങ്ങോട്ട് വേണം എനിക്ക് കോടികൾ സമ്പാദിക്കാൻ എന്ന് കരുതി നടക്കുന്ന ഇസ്ലാമിക ഭീകരന്മാരും നരഭോജി കമ്മ്യൂണിസ്റ്റുകളോടും പിന്നെ അടിമ ഗണ്ടികളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ അങ്ങനെ മൂക്കിലാണ് വലിച്ചു കളയാമെന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നീയൊക്കെ വലിക്കുക. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല, പക്ഷേ നുമ്മയെ അതിന് കിട്ടില്ല, അതിന് നുമ്മ വഴങ്ങില്ല. നമ്മൾ ഏതാണോ ധീരമായി പോരാടുന്ന മാർഗം, ആ മാർഗത്തിലൂടെ തന്നെ ശക്തമായി മുന്നോട്ട് പോകും. അതിന് എന്തൊക്കെ പ്രതികരണമായി നമ്മൾക്ക് വന്നു കഴിഞ്ഞാലും, എന്തൊക്കെ നമ്മൾക്കെതിരെ ഏതൊക്കെ രീതിയിലുള്ള ആക്രമണം വന്നു കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ ജീവന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ നമ്മൾ പടപൊരുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനും മറ്റുള്ളവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വേണേൽ പിന്തുണയ്ക്കാം, അല്ലാത്തവർക്ക് ജിഹാദിയുടെ മുക്കാൽ നുണയാം. എന്നെ വേണ്ടവർക്ക് പിന്തുണയ്ക്കാം, അല്ലാത്തവർക്ക് പിന്തുണച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോൾ അതിൽ ഒരാൾക്കെങ്കിലും ചെറിയ വെളിച്ചം തലച്ചോറിലേക്ക് കയറുകയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ വിജയം. എന്നെ പോലെ പ്രവർത്തിക്കുന്ന ജാമിദ ടീച്ചർമാരും ഒരുപാട് ആളുകളുണ്ട്, അവരുടെ എല്ലാം വിജയം അത് തന്നെയാണ്.
അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുമ്പോൾ ഇതിൽ ലക്ഷങ്ങൾ എന്നെ പിന്തുണയ്ക്കണമെന്നോ ലക്ഷങ്ങൾ എൻ്റെ പാത പിന്തുടരണമെന്നോ ഞാൻ പറയുന്നില്ല. ഒരാളെങ്കിൽ ആ ഒരാൾ മാത്രം മതി നമ്മൾക്ക്. ഇനിയും പറയാതെ വയ്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ആ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചാനലിനെ ഏതൊക്കെ രീതിയിൽ മാന്യ പ്രേക്ഷകർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ മാന്യ പ്രേക്ഷകരോട്, എൻ്റെ സംഘബന്ധുക്കളോട്, എൻ്റെ സഹോദരന്മാരോട്, ക്രിസ്ത്യൻ ഹിന്ദു സഹോദരന്മാരോട് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് മുസ്ലിങ്ങളെ വേർതിരിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുസ്ലിമും മദ്രസ പഠനം കൂടാതെ വളർന്നു വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവന്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ആ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചിന്ത ഏതായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ മതം പറയാൻ പാടുണ്ടോ, വർഗീയത പറയാൻ പാടുണ്ടോ, എന്തുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മാത്രം എടുത്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പറയേണ്ട കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് എടുത്ത് പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയുടെ ആദ്യ കമന്റായി പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പല രീതിയിലും സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം, മാക്സിമം നമ്മുടെ വീഡിയോകൾ വ്യൂ ചെയ്തുകൊണ്ടും നമ്മുടെ വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കഴിയുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിൽ ഒരു നാണവും മാനവും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് പ്രതിബന്ധങ്ങൾ ഒരുപാട് വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ പ്രതിബന്ധങ്ങൾ ലഘൂകരിച്ച് നിങ്ങൾ തരുന്ന ആ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ടിലൂടെ തന്നെയാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാനാവുക. അതല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം ഈ ഇത്ര കണ്ട് ചീഞ്ഞു നാറിയ ഈ അന്തരീക്ഷത്തിൽ, ഈ കേരളത്തിൽ എങ്ങനെയാണ് ഇസ്ലാമിക ഭീകരന്മാരുടെ ഇടയിലൂടെ ഒറ്റയ്ക്ക് പോകാനാവുക എന്ന ചോദ്യം വലുതാണ്. അത്തരത്തിൽ മറ്റേ പോസ്റ്റിന്റെ ബാക്കി ഭാഗം ഞാൻ തന്നെ എഴുതിയ പോസ്റ്റ് ഞാൻ തന്നെ വായിക്കേണ്ടി വരികയാണ് കേട്ടോ. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത പിണറായി തമ്പ്രാന്റെ നാട്ടിൽ അനീതി കണ്ടാൽ പ്രതിഷേധിക്കുന്നവരുടെ വാ മൂടിക്കെട്ടുന്ന ഈ നാട്ടിൽ കോടികൾ വാങ്ങി മിണ്ടാതിരിക്കുന്ന സാംസ്കാരിക നായകനും മാധ്യമങ്ങളും ജിഹാദി ഭീകരനും പുളയ്ക്കുന്ന ഈ നാട്ടിൽ ഇനിയും മുന്നോട്ട് പോകാൻ നിങ്ങൾ ശക്തമായി കൂടെയുണ്ടെങ്കിലേ സാധ്യമാകൂ. വാ തുറന്നാൽ കേസെടുക്കുന്ന പിണറായി ദുഷ്ടന്റെ നടപടിക്കെതിരെ, ഒട്ടേറെ കേസുകൾക്കെതിരെ പടപൊരുതാൻ ഇനി നിങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ എന്ന അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാനൊരു പോസ്റ്റായിട്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടിരുന്നത്, കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട്. ഫേസ്ബുക്കിൽ എൻ്റെ പ്രൊഫൈലിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യണമെന്ന് എൻ്റെ മാന്യ സംഘബന്ധുക്കളുടെ ആവശ്യം പരിഗണിച്ച് തന്നെയാണ്. കാരണം കൂടുതൽ ആളുകൾ നമ്മുടെ ഈ മാർഗത്തിലേക്ക് നമ്മുടെ പിന്തുണയ്ക്കാൻ കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അതല്ലെങ്കിൽ യൂട്യൂബിലിട്ട ഒരു ടെക്സ്റ്റ് പോസ്റ്റിന് അതിൻ്റെതായുള്ള ശക്തി കുറവുണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് പ്രസന്റ് ചെയ്തിട്ട് ഈ മാറ്റർ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊള്ളാമെന്ന് എൻ്റെ സംഘബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ പിന്തുടരുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാന്യ സഹോദരങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. എങ്ങനെയാണോ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക അത് ഈ വീഡിയോയുടെ ആദ്യ കമന്റ് നിങ്ങളൊന്ന് വായിക്കുക. ആ കമന്റ് വായിക്കുമ്പോൾ അതിൽ എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ രീതിയിൽ തന്നെ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന വലിയ അഭ്യർത്ഥന. കാരണം മറുപക്ഷത്ത് അവരാണ്. അവരോട് പടപൊരുതാൻ നമ്മൾക്ക് ശക്തി ആർജിച്ചേ തീരും. അതൊരു വ്യക്തിക്ക് മാത്രം സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ഒരുപാട് ഇത് സമാന ചിന്താഗതിക്കാരായ എന്നാൽ ഇതുപോലെ പച്ചയ്ക്ക് പറയാൻ ഭയമുണ്ട്, ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരുമെന്ന ഭയമുള്ള ആളുകളുണ്ടെങ്കിൽ ഭയം എന്ന് പറയുന്ന ആ സാധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ എൻ്റെ പോലെ പച്ചയ്ക്ക് പറയാൻ, അതല്ലെങ്കിൽ ജാമിദ ടീച്ചറെ പോലെ, ആരിഫ് ഹുസൈൻ സാറെ പോലെ, അനിൽ കൊടിത്തോട്ടം സാറിനെ പോലെ നൂറുകണക്കിന് ആളുകളുണ്ട്. ഇവരെ പോലെ പച്ചയ്ക്ക് സത്യങ്ങൾ വിളിച്ച് പറയാനുള്ള ധൈര്യം എന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിന് നമ്മൾക്ക് ഈ ഭയം എന്നുള്ള ആ രണ്ടക്ഷരം നഷ്ടപ്പെട്ടാൽ മാത്രം മതി. ആ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ കൂടിയേ തീരും. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ടുകൾ തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.